ഇറാനെതിരെ കുർദുകളെ ഇറക്കിയിട്ട് ആക്രമണം നടത്താനാണ് അമേരിക്കൻ പദ്ധതി. അതുകൊണ്ട് വിജയിക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റില്ല. സിവിൽ വാർ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, കുർദുകൾ മികച്ച ഫോഴ്സാണ്. കുർദുകളുടെ പ്രത്യേകിച്ചും ഒരു 2-3 കൊല്ലം ഞാൻ ഓർമ്മയുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് കുർദിഷ് വിമൻ, കുർദിഷ് പെണ്ണുങ്ങൾ, ആയുധമെടുത്ത് പോരാടുന്ന സ്ത്രീകൾ, അവർ IS-നെതിരെ വലിയ പ്രതിരോധം ഉണ്ടാക്കിയ കുർദുകളാണ്. കുർദ് ജനത സത്യം പറഞ്ഞാൽ നിലനിന്ന് പോയി രക്ഷപ്പെട്ടത് IS-ൻ്റെ കാലത്ത് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പോരാട്ടമായിരുന്നു. അന്ന് സ്ത്രീകൾ മുന്നിൽ വന്നു. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ IS പോരാളികളുടെ മുകളിൽ അല്ലെങ്കിൽ IS ഫോഴ്സസിൻ്റെ മുകളിൽ ഒരു മാനസികമായിട്ട് ഇവർക്കൊരു മേൽക്കൈ കിട്ടിയത് സ്ത്രീ ഇറങ്ങിയപ്പോഴാണ്. സ്ത്രീയാണ് വെടിവെക്കുന്നത്. അവിടെ സ്ത്രീയുടെ കൈ കൊണ്ട് മരിച്ചാൽ സ്വർഗം കിട്ടില്ല എന്നൊരു വിശ്വാസമൊക്കെ ചില ആൾക്കാർക്കുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം സ്ത്രീകൾ മുന്നിൽ വരുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. അവരന്ന് കാര്യമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് നിരവധി പേര്. എന്തായാലും കുർദ് ജനതയെ അവർ സംരക്ഷിച്ചു. പ്രതിരോധ സേന എന്നുള്ളതിലേക്ക് കുർദുകൾ അക്കാര്യത്തിൽ വിജയമായിരുന്നു. അപ്പം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, പ്രതിരോധ സേന. ആക്രമണ സേനയാവും അവർ, ഇത് നമുക്കറിയില്ല. ആക്രമണ സേന എന്ന് പറഞ്ഞാൽ അവർക്ക് ലൊക്കേഷൻ മാറണം. കുർദുകളുടെ മേഖലയെ അവർ സംരക്ഷിച്ചാൽ അവരെ അവരുടെ ടെറൈനിൽ നിന്ന് എതിരാളി അവരുടെ ടെറൈനിൽ കയറി വരുമ്പോൾ സ്വന്തം ടെറൈൻ്റെ പ്രത്യേകതകളെ മുതലാക്കിക്കൊണ്ട് സ്വന്തം ജനതയെ രക്ഷിക്കുന്നു. ഇതാണ്. വേറെടുത്ത് പോകുമ്പം മറ്റൊരു ഗ്രൂപ്പിൻ്റെ മറ്റൊരു ജിയോളജിയാണ്, മറ്റൊരു ഭൂമിയാണ്, വേറൊരു ഭൂമിക. അവിടെ ആ ടെറൈനിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് എത്ര പറ്റും? അങ്ങനെ പരിശീലനം കിട്ടിയൊരു ഫോഴ്സ് ആയിരിക്കില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ല. അവർക്കൊരു കൂലിപ്പട്ടാളത്തെ വേണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ വിജയം മുഴുവൻ ടെക്നോളജി കൊണ്ടുള്ള വിജയമാണ്. ഈ പാശ്ചാത്യ ലോകത്തിൻ്റെ വിജയം എന്നും ടെക്നോളജി ആയിരുന്നു. നമ്മൾ പണ്ട് അമ്പും വില്ലും വാളും കുന്തവും ഉപയോഗിച്ച കാലത്ത് ഇവൻ തോക്കുമായിട്ട് വന്നു. അതൊരു മേൽക്കൈ കൊടുത്തു. തോക്ക് വളരെ ദൂരത്തുനിന്ന് തോക്കിൻ്റെ പിന്നെ വികസിതമായിട്ട് രൂപം പീരങ്കി ഇതൊക്കെ കൊണ്ട് വെടിവെക്കുന്നു. അങ്ങനെ ഒരു മേൽക്കൈ ഉണ്ടാകുന്നു. എല്ലാ രാജ്യങ്ങൾക്കും തോക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ യന്ത്രത്തോക്ക് കണ്ടുപിടിച്ചു. യന്ത്രത്തോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനേക്കാളും വലിയ സാധനം കണ്ടുപിടിച്ചു. അങ്ങനെ പലതുമായിട്ട് മിസൈലായി, അങ്ങനെയായി, എയർഫോഴ്സായി, 5ാം തലമുറ അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളായി. അപ്പോൾ ഇതെല്ലാം ടെക്നോളജി ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അമേരിക്കയുടെ യുദ്ധവിജയമായിട്ട് കാണുന്നത്. ഈ ടെക്നോളജി ഇല്ലാതെ മണ്ണിലിറങ്ങി നിന്ന് മനുഷ്യനും നേർക്ക് യുദ്ധം ചെയ്താൽ ഒരിക്കലും അമേരിക്കക്കാരൻ വിജയിക്കില്ല. അമേരിക്കക്കാരെന്നല്ല, വെള്ളക്കാരും വിജയിക്കില്ല. അതവന് ബുദ്ധിമുട്ടാണ്. കാര്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കരസേന എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെയാണ്. ഇന്ത്യൻ മേഖലയിലുള്ള പല സോൾജേഴ്സിൻ്റെ. ഇപ്പോൾ ഗൂർഖ റെജിമെൻറ്റ് എന്നതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. നേപ്പാളിലെ ഗൂർഖകൾ. ഗൂർഖ എന്ന് വെച്ചാൽ ഗോരഖ്നാഥൻ്റെ ആളുകളാണ്. ഗൂർഖ ഗോരക്ഷകർ എന്നുള്ള അർത്ഥത്തിലാണ്. അവരുടെ പരമോന്നത ദൈവം ഗോരഖ്നാഥനാണ്. ശിവൻ്റെ അവതാരം എന്ന് വിശ്വസിക്കുന്ന 18 തമിഴ് സിദ്ധന്മാരിൽ ഒരാളായിട്ടുള്ള സിദ്ധനായ ഗോരഖ്നാഥൻ, നാഥസമ്പ്രദായത്തിലെ മഹാഗുരു ആയിട്ടുള്ളത്. ആ ഗോരഖ്നാഥൻ്റെ പേരുള്ള നാടാണ് ഗോരഖ്പൂർ. അവിടെയാണ് ഗോരഖ്നാഥ ക്ഷേത്രമുള്ളത്. അവിടുത്തെ മുഖ്യ പൂജാരിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെ അനുയായികളെപ്പോലെ പോകുന്ന ഒരു സമൂഹമാണ് ഗൂർഖകൾ. ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവീരന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഇറങ്ങിയാൽ പിന്നെ അവർ മരണത്തെ ഒന്നും ഭയമൊന്നുമില്ല. വിജയം അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റിയ ടൈപ്പ് ആൾക്കാരാണ്. ഹിറ്റ്ലർ പോലും അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഇന്നും ഇന്ത്യ, നേപ്പാൾ, അതുപോലെ UK, ബ്രിട്ടൻ ഗൂർഖ റെജിമെൻറ്റ് പലയിടത്തും അഫ്ഗാനിലൊക്കെ അവർ യുദ്ധം ചെയ്യുമ്പോൾ ഗൂർഖ റെജിമെൻറ്റിനെ ഉപയോഗിച്ചത്. കാരണം നോർമൽ ബ്രിട്ടീഷുകാരൊന്നും പറ്റില്ല. ബ്രിട്ടീഷ് ട്രെയിനിങ് മികച്ചതാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. സത്യത്തിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ട്രെയിനിങ്ങാണ്. പണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് നെപ്പോളിയനാണ് കേട്ടേക്കുന്നത്. അപ്പം അതിനുശേഷം നെപ്പോളിയൻ്റെ കാലഘട്ടത്തിന് ശേഷം ബ്രിട്ടനെ സ്വാംശീകരിച്ചു. വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അവരുണ്ടാക്കി. സാൻഹെസ്റ്റ് പോലുള്ള അക്കാഡമിയൊക്കെ ഉണ്ട്. ഇന്ത്യൻ സോൾജേഴ്സിന് സമാന പരിശീലനം കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ ഈ ഹെവി ആയിട്ടുള്ള ഭാരം വെയിറ്റും എടുത്ത് അനേകം കിലോമീറ്ററുകൾ നടക്കുക, വലിയ മല കയറുക തുടങ്ങിയിട്ടുള്ളതൊക്കെ ഹെവി ഡ്യൂട്ടിയാണ് എന്നും ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഒരു പട്ടാളക്കാരൻ്റെ കയ്യിലെ അവൻ്റെ ബാഗും തോക്കും അടക്കമുള്ള മുഴുവൻ സ്റ്റോക്കും എടുത്താൽ ഏതാണ്ട് 26 കിലോ ഭാരം അവൻ്റെ ശരീരത്തിലുണ്ടാകും. ഈ ഭാരമായിട്ട് വേണം ഇവൻ മലകളായാലും മഞ്ഞുമലകളായാലും മരുഭൂമിയായാലും താണ്ടാനായിട്ട്, പലപ്പോഴും കാൽനടയായിട്ട്. അത്തരം ട്രെയിനിങ് ഉള്ളതുകൊണ്ട് പണ്ട് ഇന്ത്യൻ ആർമി യുദ്ധകാലത്ത് 71 യുദ്ധത്തിൽ മഞ്ഞുകാലത്ത് തന്നെ മഞ്ഞുമലകളുടെ മുകളിൽ കൊണ്ടുപോയി വലിയ പീരങ്കികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. അപ്പം അത് ഒരു വശത്ത് ബുദ്ധി, വേറൊരിടത്ത് ശക്തി. ഇത് രണ്ടും ഉണ്ട്. ശരീരശക്തിയും ബുദ്ധിയും തികഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ഈ മറ്റേ ഹോളിവുഡ് സിനിമയൊക്കെ കാണുമ്പം മഹാസംഭവമായിട്ട് അമേരിക്കക്കാരെ കാണിക്കുന്നുണ്ട്.
സത്യത്തിൽ ഇത്ര സംഭവമല്ല. അവരെ സംബന്ധിച്ച് നേരിട്ടുള്ള യുദ്ധത്തിൽ അവന് അത്രയും പോരാ. നമുക്കൊരു ആത്മധൈര്യം. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എല്ലാ ടൈപ്പ് ടെറൈൻസും ഉണ്ട്. അതെ. നമുക്ക് മഞ്ഞുമലകൾ നമുക്കുണ്ട്. അതായത് -20, -30 വേണ്ട -50 യുദ്ധം ചെയ്യാൻ ഉള്ള ട്രെയിനിങ് അത് നമ്മുടെ പട്ടാളക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് നേരെ തിരിച്ച് മരുഭൂമി 50 ഡിഗ്രി 60 ഡിഗ്രിയൊക്കെ ചുട്ടു പൊള്ളുന്ന മരുഭൂമി, അവിടെ കിടന്ന് നമ്മുടെ ആൾക്കാർ യുദ്ധം ചെയ്യും. അവിടെ ഉള്ള അപ്പം ഈ നമ്മുടെ പട്ടാളക്കാർ ഒരു ഹവിൽദാറൊക്കെ ആയിട്ട് 10-15 വർഷം സർവീസുള്ള ഒരാളുടെ ഈ ബാഡ്ജിലേക്ക് നോക്കിയാൽ പല പല ചിഹ്നങ്ങൾ കാണാം. അതിലിങ്ങനെ മേപ്പോട്ട് 2 ആരോ കാണും. അത് അവൻ മലകളിൽ ഉണ്ട്, മഞ്ഞുമലകളിലുണ്ട്, ഗ്ലേഷ്യറിലുണ്ട്, അതുപോലെ കടൽ തീരങ്ങളിലുണ്ട്, നോർമൽ ട്രെയിൻസ് ഉണ്ട്, പുഴയോരങ്ങളിലുണ്ട്, വനങ്ങളിലുണ്ട്, ചതുപ്പ് നിലങ്ങളിലുണ്ട്, മരുഭൂമിയിലുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ ആൾക്കാർക്ക് ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി അവൻ്റെ ഒരു നമ്മുടെ ഒരു ആർമി മാൻ അവൻ്റെ 10-15 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും പരിശീലിച്ചിട്ടുണ്ടാവും. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സ് ആണെന്ന് തോന്നുന്നു, മുമ്പൊക്കെ, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾ മുമ്പാണ്, ശബരിമല ചെല്ലുമ്പോൾ നമ്മൾ ഓഫ് സീസണായിട്ടുള്ള സമയം, അതായത് മെയിൻ സീസൺ വൃശ്ചികം, ധനു, മകരം ഒക്കെ കഴിഞ്ഞിട്ടല്ലാത്ത സമയത്ത് ചെല്ലുമ്പോൾ പട്ടാളക്കാരിങ്ങനെ നടക്കണം പ്രത്യേക യൂണിഫോമിൽ. അവർ, അതായത് ശബരിമല ഫോറസ്റ്റ് അറിയാലോ, തിക്ക് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിനകത്തേക്ക് നോക്കിയ സിറ്റുവേഷൻ എന്താ, വടക്കേൻ്റെ ഫോറസ്റ്റ് അത്ര തിക്കല്ല. കേരളത്തിലെ വനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വനത്തിനകത്ത് കയറിയാൽ ഏതാനും മീറ്റർ മുന്നിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. റെയിൻ ഫോറസ്റ്റാണ്, കട്ടി വനം. അത് മഴക്കാലത്ത് നിറയെ ചെടികളായിരിക്കും. ഇവിടെ വനം, അവിടെ ആനയാണോ പുലിയാണോ ശത്രുവാണോ നമുക്കറിയാം. അങ്ങനെയുള്ള വനങ്ങളിൽ പോലും ട്രെയിനിങ് എടുക്കുന്ന ആർമിയാണ് നമ്മുടെ. ജംഗിൾ വാർഫെയർ എല്ലാം ഉണ്ട്, നമുക്ക് ഇല്ലാത്തതില്ല. പല ടൈപ്പ് നമുക്ക്, അതുപോലെ പല പല ട്രെയിൻസ്, പിന്നെ പല ജനത. ഈ ലോകത്തുള്ള ടൈപ്പ് ഒരുവിധപ്പെട്ട എല്ലാ ജനതയും ഇവിടെ ഉണ്ട്. സായിപ്പിനെ പോലെ വെളുത്ത മനുഷ്യരുണ്ട്, ദ്രവീഡിയൻസ് പറഞ്ഞ കറുത്തവരുണ്ട്, നീഗ്രോ പോലെ കറുത്ത മനുഷ്യരുണ്ട്. നീഗ്രോ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. അത് പ്രാചീനമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ആദ്യം 10,000-75,000 വർഷം മുമ്പ് വന്ന ഗ്രൂപ്പ് ആണ് ആൻഡമാനുള്ളതെങ്കിൽ 100-300 വർഷം മുമ്പ് എത്തിയ സിദ്ധി ആദിവാസി ഗ്രൂപ്പ്, അത് നീഗ്രോസാണ്. അവർ ഇവിടെ കർണാടകത്തിലുണ്ട്. സുൽത്താന്മാരുടെ കാലത്ത് കൊണ്ടുവന്ന മെയിനായിട്ട് അവർ ഹിന്ദു മുസ്ലിം 2 സമൂഹത്തിലും ഭാഗമായിട്ട് ജീവിക്കുക. പിന്നെ മുഗൾ ഭരണകാലത്ത് വന്ന ജർമ്മൻകാർ ഭോപ്പാലിലൊക്കെ ഉണ്ട്. ഇങ്ങനെ പല പല ഗ്രൂപ്പുകൾ. ചന്ദ്രഗുപ്തവരുടെ കാലത്ത് വന്ന ഗ്രീക്കുകാർ, അവരുടെ പിൻഗാമികൾ, ഇങ്ങനെ എത്രയോ സമൂഹങ്ങൾ ഇന്ത്യയിലുണ്ടെന്നറിയോ. എല്ലാം ഉണ്ട്, എല്ലാത്തരം ജീനുകളും ഉണ്ട്, എല്ലാത്തരം ടെറൈൻസും ഉണ്ട്. അപ്പം നമ്മുടെ പോലൊരു മിലിറ്ററിക്ക് ഇത് ലോകത്തെ ഏതിനേക്കാളും മികച്ചതാണ്. ഇങ്ങനത്തെ ഉള്ളൊരു ഗ്രൂപ്പൊന്നും അല്ല ഈ കുർദിഷ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മിലിറ്ററി ഒരു മിനിമം 6 മാസമെങ്കിലും നല്ലൊരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഒരു പട്ടാളക്കാരനെ സൃഷ്ടിക്കുന്നത്. കുർദുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ നിലനിർത്തേണ്ട ആവശ്യം കൊണ്ട് കുറച്ച് യന്ത്രത്തോക്കും പിടിച്ച് മിനിമം ട്രെയിനിങ്ങുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിനെ തടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഒരു വെൽ ട്രെയിൻഡ് മിലിറ്ററി സിസ്റ്റമാണ്. മാത്രമല്ല ഈയിടെ കുർദുകൾ ആയുധം ഉപേക്ഷിച്ച് സമാധാനപാതയിൽ വന്നായിരുന്നു. അതായത് അവരുടെ മെയിൻ വാറൊക്കെ അവർ ഉപേക്ഷിച്ചു. അവർ ടർക്കിയൊക്കെ ആയിട്ടൊക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് യുദ്ധമില്ലാ കരാറിലേക്ക് വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ തിരിച്ച് വീണ്ടും യുദ്ധത്തിൽ ഇറക്കുകയാണ് അമേരിക്ക. അതിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ കുർദുകൾ ഇറങ്ങുമോ? ആദ്യത്തെ ചോദ്യം എനിക്കതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുർദുകൾ ആയുധം എടുത്ത് അവരെ സ്വയരക്ഷയ്ക്കായിരുന്നു, അല്ലാതെ വേറെ ആളിന് വേണ്ടി കൂലിപ്പട്ടാളം വേണ്ടല്ലായിരുന്നു. ഇനി കൂലിപ്പട്ടാളം ആവാൻ തയ്യാറുള്ളവരും ഉണ്ടാവും ആ കൂട്ടത്തിൽ, പണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ ഇറങ്ങുമായിരിക്കും. അന്നേരം എന്ത് സംഭവിക്കും? സിവിൽ വാറാണ് ഇത്. വൈകാതെ തന്നെ ഇപ്പം ഇറാൻ്റെ പരമോന്നത നേതൃത്വം, ഒരാൾ പോയി വേറെ ആളെ വിരോധിക്കും, അവർ കളയുമായിരിക്കും. പക്ഷെ വീണ്ടും ഒരാൾ വരും. മതനേതാവ് മരിച്ചാൽ വീണ്ടും ഒരു മതനേതാവ് വരും. രാഷ്ട്രീയ നേതാവ് മരിച്ചാൽ വീണ്ടും ഒരു രാഷ്ട്രീയ നേതാവ് വരും. സൈനിക നേതാവ് മരിച്ചാൽ വീണ്ടും സൈനിക മേധാവി വരും. ഇത് റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റും. അല്ലാതെ ഒരു കുടുംബാധിപത്യം അല്ലല്ലോ, പകരം ആളുണ്ട് അവർക്ക്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ മുകളിൽ നിന്ന് കളഞ്ഞാലും 31 ഗ്രൂപ്പായിട്ട് സ്വന്തം സൈന്യത്തെ തിരിച്ച് 31 പടകളാക്കി, 31 സൈനിക വിഭാഗങ്ങളാക്കി സ്വതന്ത്രമായിട്ട് യുദ്ധം ചെയ്യാനുള്ള അധികാരത്തോടെ അവർ വിടുന്നൊരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ. ഇങ്ങനെ ഒരു പ്ലാനിൽ നിൽക്കുന്ന ഒരു സൈന്യമാണെങ്കിൽ അത് അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇറാൻ ഇപ്പോൾ ഉള്ള ഒരു അതിർത്തി അയൽ രാജ്യത്തുമായിട്ട് അതങ്ങ് ഇല്ലാണ്ടാവും. അങ്ങോട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ഗ്രൂപ്പുകളോ സായുധ ഗ്രൂപ്പുകളോ പട്ടാളമോ ഒക്കെ കയറുന്ന സ്ഥിതിയാവും. അത് ഒരർത്ഥത്തിൽ അമേരിക്കൻ പട്ടാളത്തിലുള്ള ഇൻവിറ്റേഷനാണ്, വേണം ഒന്ന് കയറിക്കുന്നു. പക്ഷേ കയറിയാലോ കൊന്നുകളയും. ഇങ്ങനൊരു സിസ്റ്റം പണ്ട് സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഉത്തരഭാരതത്തിൽ നിന്നുള്ള പല ആക്രമണങ്ങളും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ സമൂഹം തടുത്തിരുന്നത് ഇങ്ങനത്തെ ഒരു തന്ത്രത്തിൽ കൂടിയാണ്. അങ്ങനെ തെക്കോട്ട് വരുമ്പം അവർ ശത്രു വിചാരിക്കും ഫ്രീ ആയിട്ട് ആരും തടുക്കാനില്ല, അവരിങ്ങ് അതിർത്തികളിലൊന്നും കാണാനില്ല, ഗ്രാമങ്ങൾ കടന്നവർ മുന്നോട്ട് വരും.
രാത്രികളിൽ ഇവർ കൂടാരം പിടിച്ച് സ്റ്റേ ചെയ്യുന്നിടത്ത് അപ്പോഴാണ് ഇവർ വളയപ്പെടുന്നത്, അവരെ കുന്നുകളയും. ഇങ്ങനത്തെ ഇതുപോലൊരു തന്ത്രം ഇപ്പം 31 ഗ്രൂപ്പായിട്ട് തിരിച്ചാൽ ആ വാർഫെയർ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും. ഒരുപക്ഷെ അതിർത്തി കാണില്ല. അമേരിക്ക നേരിട്ട് പട്ടാളക്കാരെ വിട്ട് യുദ്ധം ചെയ്യാൻ തന്നാൽ തടസ്സങ്ങളില്ലാണ്ട് അകത്തേക്ക് വരാനും, പക്ഷേ അവർ പിന്നീട് ടോട്ടൽ കൊല്ലപ്പെടാനും ഇടയാക്കും. ഇത്തരം സാഹചര്യം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അനുഭവിച്ചതാണ്. അമേരിക്കയുടെ പട്ടാളക്കാർ അനേകം വിധത്തിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനേകായിരം ശവപ്പെട്ടികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ട്രംപ് അഫ്ഗാൻ യുദ്ധം നിർത്താനൊരു കാരണം അതായിരുന്നു. ഇത്ര അമേരിക്കക്കാർ മരിക്കേണ്ട ആവശ്യമില്ല. സിമിലർ സിറ്റുവേഷനാണ് ഇറാനിൽ ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പിന്നെ അമേരിക്കക്കാരന് നേരിട്ട് പോയി മരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൻ കുർദ് പോലൊരു ഫോഴ്സിനെ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരു കുർദ് ഫോഴ്സ് കൊണ്ട് റവല്യൂഷണറി ഗാർഡ്സിനെ തടുക്കാൻ പറ്റില്ല. അതൊരു മിനിമം ഫോഴ്സ് മാത്രമാണ്, വെൽ ട്രെയിൻഡ് മിലിറ്ററി അല്ല. അവർ ഒരു ഫോഴ്സായിട്ട് നിന്നതിൻ്റെ ആവശ്യം വല്ലവനുമായിട്ട് യുദ്ധം ചെയ്യാനായിരുന്നില്ല. എങ്കിലും കുർദുകൾക്ക് മുന്നിൽ അമേരിക്ക ഒരു മോഹന വാഗ്ദാനം മുൻവയ്ക്കും. അതായത് കുർദ് ലാൻഡ് ഓർ കുർദിഷ് ലാൻഡ് എന്നറിയപ്പെടുന്ന കുർദിസ്ഥാൻ. ഈ രാജ്യം അവരുടെ സ്വപ്നമാണ്. കുർദിസ്ഥാൻ കിട്ടുമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ഫോഴ്സ് ഇറങ്ങാൻ സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അങ്ങനെ ഒരു ഫോഴ്സിന് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഫുള്ളി ട്രെയിൻഡ് അല്ല. റവല്യൂഷണറി ഗാർഡ്സിനെ തീർക്കാൻ എന്നാലും ഒരു കുർദിസ്ഥാൻ സ്ഥാപിക്കപ്പെടും. കാരണം കൃത്യ അതിർത്തികളില്ല എങ്കിൽ ഇറാഖിൻ്റെ ഒരു ഭാഗം, ദെൻ സിറിയയുടെ ഭാഗം, തുർക്കിയുടെ ഒരു ഭാഗം, ഇറാൻ്റെ ഒരു ഭാഗം, ഇത് ചേർത്ത്, കാരണം ഈ 3 ഭാഗത്താണ് ഇവർ കിടക്കുന്നത്, ഇത് ചേർത്തൊരു കുർദിസ്ഥാൻ എന്നൊരു രാജ്യം സ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്നേരവും അവിടെ മുഴുവൻ സിവിൽ വാർ ആയിരിക്കും. ഇതൊരു സമാധാനപൂർണ്ണമായിട്ട് രാജ്യമായിട്ട് മുന്നോട്ട് പോവില്ല. മാത്രമല്ല സിവിൽ വാർ പലയിടത്തേക്കും, ടർക്കിയിലേക്ക്, ഇന്നത്തെ ഇറാനിൽ, ഇറാഖ് മേഖലയിൽ വലിയ സിവിൽ വാറുകൾ വ്യാപിക്കാനാണ് സാധ്യത. അത് പിന്നീട് ഇന്നത്തെ പ്രശ്നങ്ങൾ വ്യാപിച്ച് കൂടുതൽ ഷിയ ഗ്രൂപ്പുകൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റിലേക്ക് വന്നാൽ നിലവിൽ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും അങ്ങനെ ആയിരുന്നു വരും. അപ്പോൾ കുർദുകളെ കൊണ്ട് ഇറക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഒരു ഗ്രൂപ്പിന് അമേരിക്ക ആയുധം കൊടുത്താൽ വേറെ ഗ്രൂപ്പുകൾ ആയുധം എടുക്കും. ഉദാഹരണത്തിന് ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ പല IS ഗ്രൂപ്പുകളിലും കയ്യിലെത്തിന്ന് വരും. അത് റവല്യൂഷണറി ഗാർഡ്സ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. അവരെ ആയുധം അണിച്ചിറക്കുമ്പോൾ പുതിയ ഗ്രൂപ്പുകൾ സിവിൽ വാറിലേക്ക് വരികയാണ്. അവർ കുർദുകളായിട്ട് കൂട്ടും. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നത് ഇന്നവരാണ് ശത്രുക്കൾ, നിങ്ങൾ പോയിട്ട് ഇന്ന രാജ്യത്ത് അടിക്കുമെന്ന് പറഞ്ഞാൽ അവർ മിഡിൽ ഈസ്റ്റിലെ വേറെ രാജ്യങ്ങളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന വരും. ഇതും കൂടാതെ ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക്, ഇപ്പം ലെബനനിൽ ഇസ്രായേൽ അടിക്കണം, അവിടെ ഹിസ്ബുള്ളെ തകർക്കാനാണ്. കാരണം ഇറാനുമായിട്ടുള്ള യുദ്ധസമയത്ത് ഇത് നടക്കുമ്പം ലെബനീസ് ഫോഴ്സസ്, അതായത് ഹിസ്ബുള്ള ഫോഴ്സസ് പണ്ട് ഹമാസ് അതിർത്തി ചേർത്ത് കയറിയ പോലെ കയറാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഭയക്കുന്നതുകൊണ്ടാണ് അവർ ലെബനിൽ അറ്റാക്ക് നടത്തുന്നത്. അവർ കണ്ടിന്യൂസ്ലി അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ 30,000-ഓളം ഹിസ്ബുള്ളക്കാരുണ്ടാവണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ എത്രയൊക്കെ ചെയ്താലും ഫലവത്താവില്ല. അത് ബുദ്ധിമുട്ടുണ്ട്. അത് സ്കാറ്റേഡായിട്ട് കിടക്കുകയാണ്. ഗാസ പോലൊരു ഏരിയയിൽ ഒരുമിച്ച് കിടക്കുന്ന പോലല്ല. അതിൻ്റെ കൂട്ടത്തിൽ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ പിന്തുണയുള്ള IS ഗ്രൂപ്പുകളൊക്കെ വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ISനെ ഉണ്ടാക്കിയത് വേറെ ആയിട്ടുള്ള ഇസ്രായേൽ തന്നെയാണ്. അവർ സിറിയയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇറാഖിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ ഗവൺമെൻറ്റുകളൊക്കെ വീഴിച്ച് റഷ്യാനുകൂല ഗവൺമെൻറ്റിനെയൊക്കെ മാറ്റി ഒരു US ഗവൺമെൻറ്റിനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, ഇസ്രായേൽ പറഞ്ഞാൽ കേൾക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ ഉണ്ടാക്കിയാണ്. അതിൽ തന്നെ പല ഗ്രൂപ്പുകളും ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയവർ തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞെന്ന് വരാം. ഇങ്ങനെ പലതും ഉണ്ടാവും. IS ഒരു കാലത്ത് അറിയാമല്ലോ, 5-6 കൊല്ലം മുമ്പ് വലിയ പ്രശ്നമായിരുന്നു. അവരൊക്കെ ഉണ്ടായിട്ട് എന്തായി? അവർ യസീദികളെ ആക്രമിച്ചു, കുർദുകളെ ആക്രമിച്ചു, സാധാരണക്കാരെ ആക്രമിച്ചു, ക്രിസ്ത്യാനിയെ ആക്രമിച്ചു, ജൂതനെ മാത്രം തൊട്ടിട്ടില്ല. ഇസ്രായേലിൻ്റെ നേരെ ഒരു കുഴപ്പമില്ല. കാരണം അതാലോചിച്ച് നോക്കണം. ആ ലോജിക്ക് എന്താണെന്ന് ആലോചിക്കണ്ടേ? ഇസ്രായേലിനോട് യാതൊരു ശത്രുതയില്ലാത്ത IS, ബാക്കി എല്ലാവരും അവൻ്റെ ശത്രുക്കളാണ്. അതിന് ഇന്ത്യക്കാർ വേണം തട്ടിക്കൊണ്ട് പോകും, അല്ലേ? പക്ഷേ അത്തരം ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി. കാരണം ഉണ്ടാക്കിയ സമയത്തെ അവസ്ഥയല്ലേ ഇപ്പോൾ പലരും പല ഗ്രൂപ്പുകളായിട്ട് മാറി. ആയുധം എടുത്തവർ പല ഗ്രൂപ്പായ പല താല്പര്യങ്ങളുണ്ടാകും. അതിൽ ചില താല്പര്യങ്ങൾ ആൻറ്റി ഇസ്രായേൽ താല്പര്യങ്ങളായിട്ട് മാറിയെന്ന് വരും. എന്തൊക്കെയായാലും ശരി, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അശാന്തി പടരുകയാണ്. അത് സിവിൽ വാറിൻ്റെ രൂപത്തിൽ പടർന്നു എന്ന് വരാം. ഇപ്പോഴത്തെ യുദ്ധം കൂടുതൽ മുന്നോട്ട് പോയാൽ ഇറാൻ്റെ നേതൃത്വങ്ങൾ എന്ന് വെച്ചാൽ നേതൃത്വങ്ങൾ എന്ന് പറഞ്ഞാൽ മത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, സൈനിക നേതൃത്വം, ഇത്തരം നേതൃത്വങ്ങൾക്ക് കൂടുതൽ അപകടവും മരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ പൂർണ്ണ സിവിൽ വാറിലേക്ക് ഇറാൻ, ഇറാഖ്, സിറിയ മേഖലകൾ പോവുകയും അത് മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ രാജ്യങ്ങളിൽ വ്യാപിക്കുകയും ചെയ്യും. ഇന്ന് സമാധാനമായിട്ട് പോകുന്ന ടർക്കി വരെ അഫക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിണത ഫലങ്ങൾ. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ നടപടി വിജയമാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പകരം മിഡിൽ ഈസ്റ്റിനെ നശിപ്പിക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം,
ഒന്നും ചെയ്യണ്ട. നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക. ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.